Dale, dale, que... One more movie from the Balaya Cinematic Universe. Don't trouble the trouble. Yes guys, നമ്മുടെ വിജയണ്ണൻ ജനനായകൻ എന്നും പറഞ്ഞ് റീമേക്ക് ചെയ്യാൻ നിൽക്കുന്ന പടം ഭഗവന്ത് കേസരി. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഗുണ്ടകൾ കൊല്ലാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോയ ഒരു ഫാമിലിക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള ഒരുത്തൻ നമ്മുടെ ബാലയ്യയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നിടത്താണ്. അപ്പൊ ആ കഥ എന്താന്ന് വെച്ചാൽ ഒരു വലിയൊരു ജയിലിലെ നിരപരാധിയായ ഒരു ബിസിനസ്മാനെ കുറെ ഗുണ്ടകൾ ഓടിച്ചിട്ട് അടിക്കുകയാണ്. ആ ഓട്ടത്തിന്റെ ഇടയിൽ അവിടെയുള്ള ഒരു അപ്പൂപ്പൻ പ്രഭാത കർമ്മത്തിന് വേണ്ടി എടുത്തു വെച്ചൊരു ബക്കറ്റ് വെള്ളം ആ ഗുണ്ടകളൊക്കെ കൂടി തട്ടി തെറിപ്പിക്കുകയാണ്. അങ്ങനെ മറ്റെവിടെയോ തട്ടേണ്ടിയിരുന്ന വെള്ളം നേരെ നമ്മുടെ ഗാരുവിന്റെ മുഖത്തേക്ക് അങ്ങ് തെറിക്കും. അങ്ങനെ അതോടുകൂടി ആരാടാ എന്റെ അപ്പൂപ്പന്റെ വെള്ളം കളഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ ഗാരു ആ ഗുണ്ടകളൊക്കെ അടിച്ചു റൊട്ടിയാക്കുകയാണ്. മുത്തച്ഛൻ കഷ്ടപ്പെട്ടെടുത്ത് വെച്ച വെള്ളം. നിനക്ക് ഇയാള് മുത്തച്ഛനാ? എടാ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്ത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഒരുമിച്ച് പോയതല്ലേ? എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. സോ ഗൈസ്, അങ്ങനെ ആ ഫൈറ്റിന് ശേഷം ഗാരുവിന്റെ ആ ഫൈറ്റ് കണ്ട് ഇംപ്രസ് ആയ അവിടുത്തെ ജയിലർ, നീ ജയിലിൽ കിടന്നൊക്കെ മതി, ഞാനൊരു ആക്സിഡന്റിൽ ചാവാൻ പോവാണ്, അതിനുശേഷം എന്റെ മോളെ നീ വേണം നോക്കാനെന്നും പറഞ്ഞ് മൂപ്പരുടെ മോളെ ഗാരുവിനെ ഏൽപ്പിച്ച് മൂപ്പര് പോയി ചാവും. അതോടുകൂടി ഗാരു ആവും ആ കൊച്ചിനെ എടുത്ത് വളർത്തി വലുതാക്കുന്നത്. ആൻഡ് ആ കൊച്ചു വളർന്ന് നമ്മുടെ ശ്രീലീലയായി മാറും. അങ്ങനെ ഗാരുവും ശ്രീലീലയും നൈസായി അടിച്ചു പൊളിച്ച് അവിടെ ഇങ്ങനെ ജീവിച്ചു വരികയാവും. മാത്രമല്ല ഗാരുവിന്റെ വലിയൊരു ആഗ്രഹമാണ് വുമൺ എംപവർമെന്റ്. സോ അതിനു വേണ്ടി ഗാരു ശ്രീലീലനെ ഒരു പട്ടാളക്കാരത്തിയാക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാവും. എടാ, നിങ്ങളിത് സീൻ ബൈ സീൻ തൂക്കിയ. സത്യം പറ വിനോദേ, ഇത് നിങ്ങൾ ഭഗവന്ത് കേസരിത്തെ സീൻ എടുത്ത് വിജയണ്ണന്റെ മമിതയുടെ ഫിൽറ്റർ ഇട്ട് കൊടുത്തല്ലേ? കണ്ട ശ്രീലീലയുടെ സീൻ എടുത്ത് മമിതയുടെ ഫിൽറ്റർ ഇട്ട് കൊടുത്ത് എക്സ്പ്രഷൻ വരെ ഡിറ്റോ. സോ ഗൈസ്, അങ്ങനെ ഗാരു ശ്രീലീലയ്ക്ക് ട്രെയിനിങ് കൊടുത്ത് അവളുടെ ആർമി എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി ഇങ്ങനെ പറയുകയാവും. പക്ഷെ അവൾക്ക് അതിലൊന്നും താല്പര്യമില്ല. കാരണം അവളുടെ ഡാഡി തട്ടിപ്പോയാൽ പിന്നെ ട്രോമ കാരണം അവൾക്ക് എല്ലാത്തിനോടും ഭയങ്കര പേടിയാണ്. അപ്പൊ ഗാരുവും ശ്രീലീലയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീലീലയുടെ ട്രോമയും ആൻസൈറ്റി ഒക്കെ മാറ്റാൻ വേണ്ടി സൈക്കോളജിസ്റ്റ് ആയ കാജു വരുന്നത്. ആൻഡ് ഈ കാജുവിനാണെങ്കിലോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കളവനെ അങ്ങ് ഇഷ്ടമാവും. நம்ம சாப்பிட்ட ஐஸ்கிரீம்க்கு உன் காசு நீ, என் காசு நான். ഇനി ശ്രീലീലയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇവൾ ഇതിലൊരു വള്ളിക്കെട്ടാണ്. വള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 500 മീറ്റർ അപ്പുറത്ത് കൂടെ പോകുന്ന വള്ളി ഇവള് തോട്ടിയിട്ട് പിടിച്ച് അരയിൽ കിട്ടും. ഇവളുടെ വള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ശ്രീലീല ഒരു സ്കൂട്ടർ എടുത്ത് പോയി അത് നേരെ കൊണ്ടുപോയി ഒരു പോലീസ് ജീപ്പിന്റെ പിന്നിൽ കയറ്റും. എന്നിട്ട് അവളെ പോലീസ് അറസ്റ്റാക്കും. അതോടുകൂടി അവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗാരു ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ അവിടുത്തെ പോലീസ് ഗാരുവിനോട് പറയും, നീ പോയി എനിക്കൊരു ചൂട് ചായ വാങ്ങി തായെന്ന്. അത് കേട്ടതും നമ്മുടെ ഗാരു ഒരു കുപ്പി കള്ളെടുത്ത് ആ പോലീസിന്റെ ഉടുപ്പിലൊഴിച്ച് ആ ഉടുപ്പ് ഒരു അടുപ്പാക്കി മാറ്റി അതിൽ ചായ ചൂടാക്കി കൊടുക്കും. ഈ വള്ളി കഴിഞ്ഞ് ശ്രീലീലയെ പിടിക്കുന്ന അടുത്ത വള്ളിയാണ്. അവളോട് ഒരുത്തനൊരു ഉമ്മ ചോദിക്കും. ആൻഡ് അത് കേട്ടതും അവൾ അവനെ കയറി ഒരു അടി അങ്ങ് അടിക്കും. ആൻഡ് അവനാണെങ്കിലോ ഒരു വൻ ഗുണ്ടയുടെ മോനും. ആൻഡ് അവരിപ്പോ നമ്മുടെ ശ്രീലീലനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കാണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നു. അങ്ങനെ ഈ വിവരം അറിഞ്ഞതും നമ്മുടെ ഗാരു മറ്റവന്റെ വീട്ടിൽ പോയി അവരൊന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഗാരുവിന്റെ ഫ്ലാഷ് ബാക്ക് അങ്ങ് പറയും. സംഭവം ഒന്നുമില്ല, മൂപ്പര് പണ്ട് ഭയങ്കര പോലീസുകാരനായിരുന്നെന്നും ഒരു കാട്ടിലെ കാട്ടുകള്ളന്മാരെയൊക്കെ മൂപ്പർ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട് എന്നും. ഇത് കേട്ടതും ആ ഗുണ്ട, അയ്യോ ഞങ്ങൾ ശ്രീലീലനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അതങ്ങ് കോംപ്രമൈസ് ആക്കി വിടും. സോ ഗൈസ്, ഇനി ശ്രീലീല പിടിക്കാൻ പോകുന്ന വള്ളിയാണ് ഏറ്റവും വലിയ വള്ളി. അതായത് അവൾ ഒരു ദിവസം അവളുടെ കാമുകനുമായി ഒരു കഫേയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പൊ അത് അതുവഴി വന്ന് ഏതൊരു ചെങ്ങായി ആ ലാപ്ടോപ്പ് ഒന്ന് തരുമോ, ഒരു ഫയല് കയറ്റാനാണെന്നും പറഞ്ഞ് അവളുടെ ലാപ്ടോപ്പ് അങ്ങ് വാങ്ങും. ആൻഡ് അയാൾ ആ ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്ന ഫയൽ ആണെങ്കിലോ ഈ സിനിമയിലെ വില്ലൻ ആവശ്യമായ ഒരു പ്രൊജക്ട് വി. ഇവിടെ പ്രൊജക്ട് വി ആണെങ്കിൽ അവിടെ പ്രൊജക്ട് OM. അതായിരിക്കും ഭഗവന്ത് കേസരിയും ജനനായകനും തമ്മിലുള്ള വ്യത്യാസം. സോ ഗൈസ്, അങ്ങനെ ആ പ്രൊജക്ട് ഇപ്പൊ ശ്രീലീലയുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയ വില്ലൻ കുറെ ഗുണ്ടകളെ വിട്ട് അവളെ കിഡ്നാപ്പാക്കി ഒരു ഫാക്ടറിയിൽ കൊണ്ടിരുത്തും. എവിടുന്നൊക്കെയാണ് മോള് നീ ഒരു വള്ളി പിടിച്ചോണ്ട് വരുന്നത്? ചുമ്മാ സൈഡിലൂടെ പോയ വള്ളിയല്ലേ നീ ഇപ്പൊ പിടിച്ച് പോക്കലിട്ടെ? You're probably wondering how I ended up in this situation. So guys, അങ്ങനെ കിഡ്നാപ്പ് ആക്കപ്പെട്ട ശ്രീലീലയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗാരു ഫാക്ടറിയിലേക്ക് ഒരു ലോറി ഓടിച്ചോണ്ട് വരികയാണ്. എന്നിട്ട് ആ ലോറി ചാടിച്ച് എയറിൽ പറത്തി ഒരു പാലം പൊളിച്ച എയറിൽ നിൽക്കുന്ന ലോറിയുടെ ഡാഷ്ബോർഡിൽ കയറി നിന്ന് ഗ്ലാസും ചവിട്ടി പൊട്ടിച്ച് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ എയറിൽ നിൽക്കും. എന്നിട്ട് അവിടുന്ന് ഒരു തോർത്തെടുത്ത് ഇലക്ട്രിക് കമ്പിയിൽ കുരുക്കി തൂങ്ങി ഇന്റർവെൽ നടക്കുന്ന സ്ഥലത്തേക്ക് ലാൻഡ് ആവുകയാണ്. അപ്പതാ പിന്നിൽ ആ ലോറിയുടെ ടാങ്കർ ഉരുണ്ട് വന്ന് ഗാരുവിന്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കും. ഹൈലി ഇൻഫ്ലേമബിൾ എന്നും പറഞ്ഞുകൊണ്ട്. ഇൻഫ്ലാമബിൾ, ഹൈലി
inflammable. നമ്മുടെ വിജയണ്ണന് ഇതൊന്ന് റീമേക്ക് ആക്കൂലായിരിക്കില്ലേ? സോ ഗൈസ്, അങ്ങനെ അവിടെ എത്തിയ ഗാരു ആ ഗുണ്ടകളെ മൊത്തം അവിടുന്ന് അടിച്ചോടിക്കുകയാണ്. അവസാനം ഈ ഫൈറ്റ് കഴിഞ്ഞ് അവിടെയുള്ള CCTV വഴി നമ്മുടെ ഗാരു വില്ലനെ നോക്കിയൊരു ഡയലോഗ് അടിക്കുകയാണ്. ഡാ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി വരാൻ പോവാണ്. ഐ ഡോണ്ട് കെയർ എന്നൊക്കെ. I don't care. യെസ് ഗൈസ്, ഈ സ്ഥലത്താണ് നമ്മുടെ അണ്ണൻ ഐ ആം വെയിറ്റിംഗ് ഇട്ട് ഇന്റർവെൽ ഇടാൻ പോകുന്നത്. I don't care. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സോ ഗൈസ്, അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വില്ലനും ഗാരുവും തമ്മിൽ ഒരു വമ്പൻ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് ഈ വില്ലന്റെ ഡാഡി ഒരു വലിയ അഴിമതി പൊളിറ്റീഷ്യൻ ആയിരുന്നു. ആൻഡ് മൂപ്പര് നമ്മുടെ ഗാരു കയറി അങ്ങ് അറസ്റ്റ് ആക്കി ജയിലിലാക്കുകയാണ്. You're under arrest. ഈ പോർഷനിലായിരിക്കും നമ്മുടെ വിജയനൻ പൊളിറ്റിക്സ് കുത്തിക്കേറ്റാൻ പോകുന്നത്. അങ്ങനെ ഗാരു ആ പൊളിറ്റീഷ്യൻ അറസ്റ്റ് ആക്കിയതും അയാളുടെ മോൻ വന്ന് ഗാരുവിന്റെ നാട്ടുകാരും മൊത്തം ഗൺ പോയിന്റിൽ നിർത്തി ഇവരെ രക്ഷിക്കണമെങ്കിൽ ഗാരുവിനോട് പോയി ജയിലിൽ കിടക്കാൻ പറയും. അങ്ങനെ ആ ഗ്രാമം രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗാരു ആ ജയിലിൽ പോയത്. ഈ ഗ്രാമം രക്ഷിക്കുന്ന പോർഷനിലായിരിക്കും നമ്മുടെ വിജയനൻ വീണുപോയത്. സോ ഗൈസ്, പിന്നീട് അങ്ങോട്ട് വില്ലനും ഗാരുവും തമ്മിലുള്ള കാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ് ഈ സിനിമ. അതായത് ഗാരുവിനെ കൊല്ലാൻ വേണ്ടി ഒരു ബസ്സിൽ ആ വില്ലൻ കുറച്ച് ഗുണ്ടകളെ വിടും. ആൻഡ് ഗാരു ആണെങ്കിലോ അവന്മാരൊക്കെ ഇടിച്ച് റൊട്ടിയാക്കി ആ ബസ്സിൽ തന്നെ കെട്ടി തിരിച്ച് വില്ലന്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. പിന്നെ ഒരു ദിവസം ഗാരുവിനെ ഒരു ടണലിന്റെ ഉള്ളിൽ നിന്ന് കൊല്ലാൻ വേണ്ടി ആ വില്ലൻ കുറെ ഗുണ്ടകളെ അങ്ങോട്ട് അയക്കും. അപ്പൊ ആ സിറ്റുവേഷനിൽ ഗാരുവിനെ രക്ഷിക്കാൻ വേണ്ടി പണ്ട് ഗാരു ജയിലിൽ നിന്ന് രക്ഷിച്ച ബിസിനസ്മാൻ വരുന്നത്. അതോട് കൂടി ആ ഗുണ്ടകൾ അവിടുന്ന് വൻ വെടിവെപ്പാണ്. ഇപ്പുറത്ത് ഗാരുവും ടീംസും ആണെങ്കിലോ അവിടെ ഡ്രെയിനേജിന്റെ അടപ്പം വെച്ച് വൻ ഡിഫൻസ്. എടാ, ഏതെങ്കിലും ഒരുത്തൻ അവന്റെ കാലിനിട്ട് ഒരു വെടിവെക്കടാ. അങ്ങനെ ഗുണ്ടകളുടെ കുണ്ട കഴിഞ്ഞതും മറ്റവൻ നമ്മുടെ ഗാരുവിന് റോക്കി ബായുടെ ഗണ്ണ് കൊടുക്കുകയാണ്. പക്ഷെ ഗാരു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഹൈഡ്രജന്റെ കുറ്റിയെടുത്ത് മറിച്ചിട്ട് അത് പൊട്ടിച്ചെറിഞ്ഞ ഗുണ്ടകളുടെ സ്കോർപിയോ ഒക്കെ ഹൈഡ്രജൻ ബലൂൺ പോലെ പറത്തി കളയുകയാണ്. അങ്ങനെ അവസാനം ആ വില്ലൻ ഗാരുവിനെ ഒതുക്കാൻ വേണ്ടി സെൻട്രൽ മിനിസ്റ്ററിനെ ഇറക്കും. ആൻഡ് മൂപ്പർ വന്ന് ഗാരുവിന്റെ ഷർട്ട് പിടിച്ചതും അതാ എന്തോ ഒരു പാട് കാണുന്നു. മൂപ്പർ അത് കണ്ടതും ഗാരു പറയും അത് പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പുലി മാന്തിയതാണെന്ന്. ആ പുലിനെ ഞാൻ അപ്പൊ തന്നെ ഇടിച്ച് പല്ലെടുത്തു എന്ന്. டியூஷனுக்கு போயிட்டு வரும்போது 2 பெரிய புலி குறுக்க வந்துருச்சு. ஒரு புலிய தவடையில் அடிச்சு பல்ல கழட்டி അത് കേട്ടതും പേടിച്ച് വരച്ച മിനിസ്റ്ററും ഗാരുവിനെ വെറുതെ വിടുകയാണ്. അവസാനം ഗാരു ആ വില്ലന് ഒരു ഡീല് കൊടുക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ആ വില്ലനും ഗാരുവും കൂടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് തമ്മിൽ തല്ലി പടം അവസാനിപ്പിക്കുമെന്ന്. അങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് അടിയുണ്ടാക്കാൻ വേണ്ടി ഗാരുവും ശ്രീലീലയും പോവുകയാണ്. ആൻഡ് അവിടെ ഗാരുവിന്റെ വമ്പൻ ഫൈറ്റ് നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഗാരുവിന് ഒരു കാര്യം ഓർമ്മ വരിക. നമ്മുടെ കാജൽ ഗാരുവിനോട് പറഞ്ഞിട്ടത്രേ ഗാരു ചാവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ ശ്രീലീലയുടെ ട്രോമയൊക്കെ മാറി അവൾ ഒരു സ്ട്രോങ് വുമണായി മാറുമെന്ന്. സോ അതിനു വേണ്ടി നമ്മുടെ ഗാരു ആ വില്ലന്മാരുടെ അടിയൊക്കെ കൊള്ളുകയാണ്. ആൻഡ് അത് കണ്ടതും ശ്രീലീല ട്രോമയൊക്കെ മാറ്റി അവളും കേറി അങ്ങ് അടിക്കും. അങ്ങനെ അവൾ ഒരു സ്ട്രോങ് വുമണായി മാറിയെന്ന് ഗാരുവിന് മനസ്സിലാവുകയാണ്. അതോടെ ഗാരു അവളെ ഒരു വള്ളിയുടെ അറ്റത്ത് കെട്ടി വീശി എറിഞ്ഞ് അടിക്കുകയാണ്. ഇവളെന്തടാ റബ്ബർ പന്താ? അവസാനം അവർ രണ്ടുപേരും ആ വില്ലനെ അങ്ങ് കൊല്ലും. മാത്രമല്ല നമ്മുടെ ശ്രീലീല പട്ടാളത്തിലും ചേരും. അവിടെ തീരുകയാണ് ഈ കഥ. ആൻഡ് ലാസ്റ്റ് ഗാരുവിന്റെ ഈ കഥ കേട്ടിരുന്ന ഗുണ്ടകൾ കൊല്ലാൻ വന്ന ഫാമിലി ഈ കഥ കേട്ട് വുമൺ എംപവർമെന്റ് കയറി ആ ഫാമിലിയിലെ സ്ത്രീകളൊക്കെ അവരെ കൊല്ലാൻ വന്ന ഗുണ്ടകളെ മൊത്തം അടിച്ചിടുകയാണ്. പടം കഴിഞ്ഞ് ഈ പടമാണ് നമ്മുടെ വിജയണ്ണൻ റീമേക്ക് ആക്കുന്നത്. ആൻഡ് ജനനായകന്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നേ ഇതിലെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ അണ്ണൻ എടുത്തിട്ടുള്ളൂ. ബാക്കി റോബോട്ടും കോപ്പും പൊളിറ്റിക്സും ഒക്കെ അണ്ണന്റെ സംഭാവനയാവും. പക്ഷെ ഒരു കാര്യം പറയാലോ, ഈ സിനിമ ഇനി എന്തിന്റെ ഒക്കെ റീമേക്ക് ആയാലും നമ്മുടെ അണ്ണന്റെ ലാസ്റ്റ് പടമാണ്. അത് ഞാൻ FDFS തന്നെ കണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.